ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 2 പേര് പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ജാൻമണിയും ശരണ്യയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇവർക്ക് 2 പേർക്കുമാണ് ഏറ്റവും വോട്ട് കുറവ് ലഭിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന അൺഒഫീഷ്യൽ പോൾസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനും ശ്രീതുവിനുമാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ഇവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് ജിൻഡോയ്ക്കും അതുപോലെ തന്നെ അൻസിബയ്ക്കും നല്ല രീതിയിൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. സോ ഇത് അൺഒഫീഷ്യൽ പോൾസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് ജാൻമണിക്കും അതുപോലെ തന്നെ ഋഷിക്കും ശരണ്യയ്ക്കുമാണ്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇവർക്ക് 3 പേർക്കുമാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പുറത്തു പോകാൻ ഏറെ സാധ്യത കാണുന്നത് നമ്മുടെ ശരണ്യയും അതുപോലെ തന്നെ ജാൻമണിയുമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേര് ഈ ആഴ്ച പുറത്തു പോകും. 2 പേര് പോകാൻ വലിയ സാധ്യതയുണ്ട്. കാരണം 19 പേര് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരെ പുറത്താക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് ബിഗ് ബോസിന്റെ ഒരു ഗെയിം ചേഞ്ചിങ് ഒരു ഫാക്ടർ കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം കഴിയുന്നതോടുകൂടി നമുക്ക് ഏറെക്കുറെ ആര് പുറത്തായി എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. എന്തായാലും ഏറ്റവും അധികം സാധ്യത നമ്മുടെ ശരണ്യയ്ക്കും അതുപോലെ തന്നെ ജാൻമണിക്കുമാണ്. ജാൻമണിയുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ട്. ഒപ്പം അവർ വളരെയധികം ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട്, വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഷോയ്ക്ക് ഒരു പക്ഷേ അനുയോജ്യമല്ല എന്ന തോന്നല് അവരെ പുറത്താക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നോറയെ അടിക്കാൻ പോകുന്നത് പോലെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ നെഗറ്റീവായി വന്നേക്കാം. ആ ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ജാൻമണിയും ശരണ്യയും ചിലപ്പോൾ ഒന്നിച്ചു പോകാം, അല്ലെങ്കിൽ ഇതിലൊരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങും.